ഇസ്മുൽ ആളം കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആഇന് തത്സമയം ഉത്തരം ലഭിക്കുമെന്ന് മഹാരഥന്മാരായ മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇസ്മുൽ ആളം ഏതാണ്? ഇസ്മുൽ ആളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇസ്മുൽ ആളം ആണ് എന്ന് അഭിപ്രായപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചും, അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് അത് ഉപയോഗിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാവുന്നതാണ്. ആ ഇസ്മുൽ ആളം കൊണ്ട് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്, അങ്ങനെ അതിൽ അവലംബിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും, നമ്മുടെ ഭാവിയിൽ ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇതുവരെ നമുക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹു നമുക്ക് ആയുസ്സിനെ നീട്ടി നൽകി. ഇനി ഭാവിയിൽ നമുക്ക് അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആഫത്ത്, മുസീബത്തുകൾ ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മ ജീവിതത്തിൽ പകർത്തിയാൽ മതിയാകുന്നതാണ്. ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇസ്മുൽ ആളം എന്ന അഭിപ്രായപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചും, ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ആഫത്തുകളും മുസീബത്തുകളും ബലാഹുകളും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ആശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മ കൂടെയാണത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുനിയാവ് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതാണ്. നമ്മുടെ മുമ്പ് കടന്നുപോയ പ്രവാചകന്മാർക്ക്, ഔലിയാക്കൾക്ക്, അമ്പിയാക്കൾക്കൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരത് ക്ഷമിച്ചപ്പോഴാണ് അവർക്ക് ഉന്നതമായ സ്ഥാനം ലഭിച്ചത്. അതുപോലെയുള്ള ഒരു സ്ഥാനം നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ നോമ്പ് തുറയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകി. എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്തും ഖൈറും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 50 പേരുടെ, 30 പേരുടെ, 20 പേരുടെയൊക്കെ നോമ്പ് തുറ നൽകാൻ സാധിക്കുന്നവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നന്നാവും ഇൻഷാ അല്ലാഹ്. ഇത് ഈ വിശുദ്ധ റമളാനിൽ അള്ളാഹു നമുക്ക് ആയുസ്സിനെ നീട്ടി നൽകിയിട്ട് നമ്മൾ റമളാനിൽ ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങളിൽപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ഇനി ഒരു നോമ്പ് തുറപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നോമ്പ് തുറപ്പിക്കാനുള്ള അവസരത്തിനോ ഒക്കെ റബ്ബ് നമുക്ക് ആയുസ് നീട്ടി നൽകിയാലല്ലേ ഉള്ളൂ. ഇതിനോടകം തന്നെ ഒരുപാട് ആളുകൾ നൽകിയപ്പോൾ പലരും പല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ ഇസ്മുൽ ആളമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഇസ്മിനെ കുറിച്ചുമുണ്ട്. ആ ഇസ്മ ഏതാണെന്ന് ചോദിച്ചാൽ അൽ ഹക്കീം എന്ന് പറയുന്ന ഇസ്മാണ്. നമുക്ക് ചെറിയ രൂപത്തിൽ അതിന് വേണമെങ്കിൽ യുക്തിമാൻ എന്നൊക്കെ അർത്ഥം പറയാവുന്നതാണ്. ഈ പുണ്യനാമം ആരാണോ അവരുടെ ജീവിതത്തിൽ വർധനയോടുകൂടെ ചൊല്ലുന്നത്, ഒരു 100 തവണയൊക്കെ ചൊല്ലിയാൽ മതി, സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ ഭാവി ജീവിതത്തിൽ അവന് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ബലാഉകളിൽ നിന്ന്, ഷർറുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യലായിട്ട് അവനൊരു കാവല് നൽകും, ഹിഫ്ള് നൽകും എന്ന് മഹാനരായ ഷെയ്ഖ് യൂസുഫ് നബഹാനി തങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമുക്കിത് ചൊല്ലാൻ വളരെ എളുപ്പമാണ്. യാ ഹക്കീമു യാ അല്ലാ, യാ ഹക്കീമു യാ അല്ലാ, യാ ഹക്കീമു യാ അല്ലാ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഗുണമോ, ഭാവിയിൽ നമുക്ക് അപകടങ്ങളൊന്നും ഉണ്ടാകില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല, രോഗങ്ങൾ ഉണ്ടാകില്ല. അത്തരം പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ നമുക്ക് വലിയ കാവൽ ലഭിക്കും. അത് ശരിക്കും വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ചിലപ്പോൾ പെട്ടെന്നൊരു അപകടത്തിൽ പെടുന്നു, അല്ലെങ്കിൽ അറ്റാക്ക് സംഭവിക്കുന്നു, ഒരു ആഫത്ത് മുസീബത്തിൽ പെടുന്നു. അത്തരം ഒരു പെട്ടെന്നുള്ള സംഭവങ്ങളെ തൊട്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ചില അപകടങ്ങളെ തൊട്ടൊക്കെ ഇത് കാവൽ നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അള്ളാഹു എന്തെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ചൊല്ലുന്ന കാരണം കൊണ്ട് അത് തട്ടിപ്പോകുന്നു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചതാണല്ലോ. തീരുമാനിച്ചു വെച്ച തീരുമാനങ്ങളെയൊക്കെ തട്ടിമാറ്റുന്ന ഒരേ ഒരു സംഗതിയെ ഈ ഭൂമിയിലുള്ളൂ, അത് ദുആ ആണ്. ശരിക്കും നമ്മൾ യാ ഹക്കീമ യാ അല്ലാ എന്ന് പറയുമ്പോൾ ആ ദുആ ആണ് നമ്മൾ ചെയ്യുന്നത്, ചൊല്ലുന്നത്. അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപകടങ്ങളെ തൊട്ടൊക്കെ വലിയ കാവല് നൽകട്ടെ. ഭാവിയെക്കുറിച്ച് ആകുലതപ്പെടുക, എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള വിഷമം ഉണ്ടായിരിക്കുക, എന്തെങ്കിലുമൊക്കെ ആയിപ്പോവോ, ഞാൻ മരിക്കട്ടെ,
ഇങ്ങനെ ഈ ഭാവിയെക്കുറിച്ചുള്ള ഈ ആകുലത, ഈ വിഷമം, എനിക്കെന്തെങ്കിലും സംഭവിക്കുക, രോഗങ്ങൾ ഉണ്ടാവും എന്നുള്ള ഈ ഒരു ആകുലത, അത് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിന് യോജിച്ചതല്ല എന്നുള്ളതാണ്. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ മനസ്സിലാക്കാൻ, അത് ശരിക്കും ഒരു മുഅ്മിനിന് യോജിച്ചതല്ല. എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ പുണ്യനാമങ്ങൾ ചൊല്ലുകയും അത് തിന്മകളൊക്കെ ഉപേക്ഷിച്ച് നിസ്കാരങ്ങളും നോമ്പും ഇങ്ങനെ ദീനിൻ്റെ ആരാധനാകർമ്മങ്ങൾ, ഇബാദത്ത് കൃത്യമായി ചെയ്യുകയും സമർപ്പണ ബോധത്തോടുകൂടെ അള്ളാഹുവിലെല്ലാം സമർപ്പിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുന്ന, അള്ളാഹുവിൽ അർപ്പിക്കുന്ന, തവക്കുലാക്കുന്ന ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ ഒരു കാവലുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴും അവന് വേണം. അപ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഉപ്പമാരോട്, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഫർദ് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നു, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നു, സ്വതക്ക ചെയ്യുന്നു, ഉംറ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, സിയാറത്ത് ചെയ്യുന്നു, അസ്മാഉൽ ബദ്ർ ചൊല്ലുന്നു, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നു, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, സൂറത്തു യാസീൻ തുടങ്ങിയ പവിത്രമേറിയ സൂറത്തുകളൊക്കെ പാരായണം ചെയ്യുന്നു. ഇത്തരം സൽക്കർമ്മങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ എനിക്കെന്തെങ്കിലും ആഫത്ത് മുസീബത്തുകൾ സംഭവിക്കുമോ എന്നുള്ള ധാരണ ഉണ്ടാകാൻ പാടില്ല. ഞാനിങ്ങനെയൊക്കെ ജീവിക്കുന്നത് കൊണ്ട് അള്ളാഹു എനിക്ക് നല്ല സംരക്ഷണം നൽകും എന്നൊരു ബോധമാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണെന്നും ആശയം, ആകുലതയും സത്യവിശ്വാസിയുടെ മാർഗവുമല്ല എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് യാ ഹക്കീം യാ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മ ചൊല്ലുന്നത് ഭാവിയിൽ നമുക്ക് വലിയ അപകടങ്ങളും ആഫത്തുകളും മുസീബത്തുകളും സംഭവിക്കാതിരിക്കാൻ കാരണമാകും. മറ്റൊന്ന്, നമ്മൾ ഇസ്മുൽ ആളമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇസ്മുൽ ആളമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്മുൽ ആളം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദുആ ചെയ്താൽ ദുആഇന് തത്സമയം ഉത്തരം ലഭിക്കും എന്നുള്ളതാണ്. മഹത്നാമം എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ തത്സമയം, ചോദിച്ച ഉടനെ തന്നെ നമുക്ക് ഉത്തരം ലഭിക്കുന്ന ഇസ്മുൽ ആളം ഏതാണെന്ന് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്നത് ജീവിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹുവേ എന്ന ചെറിയ രൂപത്തിൽ നമുക്ക് അർത്ഥം പറയാം. ഈ പദം നമ്മുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കപ്പെടാൻ കാരണമാകും. ഇത് ഇസ്മുൽ ആളമിൽ പെട്ടതാണെന്ന് ചില മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യാഖ്യാനിച്ച ചില മഹാന്മാരൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്മുൽ ആളം കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആഇന് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് ഇസ്മുൽ ആളമാണെന്ന് ഒട്ടുമിക്ക ആലിമീങ്ങളും സ്വാലിഹീങ്ങളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്മുൽ ആളം നന്നായിട്ട് നമ്മൾ ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത്. അതുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് പഴയകാല ആലിമീങ്ങളും സൂഫിയാക്കളൊക്കെ ഒരു പള്ളിയിൽ സ്വലാത്ത് സ്ഥാപിക്കുമ്പോൾ, ഒരു ദിക്ർ ഹൽഖ സ്ഥാപിക്കുമ്പോൾ, നിങ്ങളുടെ പള്ളിയിൽ പോകുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കില്ല, പള്ളിയിൽ പോകുന്ന ആളുകളാണെങ്കിൽ അറിയാം, അതിൽ അസ്തഗ്ഫിറുല്ലാഹിൽ അളീം, ഒരു സ്വലാത്ത്, ഇങ്ങനെ ചില ദിക്റുകളും ഔറാദുകളൊക്കെ ചൊല്ലുന്ന കൂട്ടത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് അതിലുണ്ടാകും. എന്താ കാരണം എന്ന് വെച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ ഇസ്മുൽ ആളം എന്ന് അഭിപ്രായപ്പെട്ട ഒരു ദിക്റാണത്. അതുകൊണ്ട് തന്നെ അത് ചൊല്ലിയിട്ട് ദുആ ചെയ്ത ദുആക്ക് ഇജാബത്ത് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്ന അത് വലിയ കാവലാണ്. എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ചൊല്ലുക. ഒരു തവണ ചൊല്ലുന്നവർ 2 തവണ ചൊല്ലുക. അസ്മാഉൽ ഹുസ്ന ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക, അത് മനഃപ്പാഠമാക്കുക, അതിൻ്റെ അർത്ഥം ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുക. അത് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്മുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് മനഃപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ സ്വർഗം, മനഃപ്പാഠം പഠിച്ച് ജീവിതത്തിലേക്ക് പകർത്തി അതുമായി ബന്ധപ്പെട്ട കടപ്പാടുകളൊക്കെ പൂർത്തീകരിച്ച് വീട്ടിൽ ചൊല്ലുന്ന ആളുകളാണെങ്കിൽ അതുകൊണ്ട് വലിയ രക്ഷ ലഭിക്കും, വലിയ ഉയർച്ച ലഭിക്കും. അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകട്ടെ. ഈ കൂട്ടത്തിൽ അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും നമ്മുടെ മജ്‌ലിസിലിരുന്ന് ചൊല്ലുന്നവരുണ്ട്. പുതിയതായി നമ്മെ കേൾക്കുന്നവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, അസ്മാഉൽ ഹുസ്ന
ചൊല്ലുന്ന നമ്മുടെ മജ്‌ലിസുണ്ട്, നിങ്ങളതിലൊക്കെ പങ്കെടുക്കണം. എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മുടെ മജ്‌ലിസിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടി കടന്നു വരുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്ത് നൽകട്ടെ. കുറേ ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കിഡ്നി ഫെയിലായവർ, അറ്റാക്ക് സംഭവിച്ചവർ, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഉള്ള മക്കളെ കൊണ്ട് കുടുംബജീവിതത്തിൽ തകരാറിലായവർ, കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതികളിലൊക്കെ കയറി ഇറങ്ങുന്നവർ, കച്ചവടത്തിൽ ബിസിനസ്സിൽ തകർച്ച സംഭവിച്ചവർ, ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർ, ഓരോ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിന് താഴെ ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും എഴുതി അറിയിക്കാറുണ്ട്. ഇവരുടെയൊക്കെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.